ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. 2025 ജൂലൈ മാസം മകരക്കൂറിൽ ജനിച്ചവർക്ക് അനുഭവിക്കാനിടയുള്ള ചാരഫലമാണ് പറയുന്നത്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ചാരഫലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചില ഗ്രഹങ്ങൾ ഗുണഫലങ്ങൾ നൽകുമ്പോൾ മറ്റു ചില ഗ്രഹങ്ങൾ ദോഷഫലങ്ങളായിരിക്കും നൽകുന്നത്. ഓരോരുത്തരുടെയും ജന്മസമയത്തെ ഗ്രഹസ്ഥിതിയുടെ ബലാബലം അനുസരിച്ചും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദശയുടെയും അപഹാരത്തിന്റെയും ഗുണദോഷങ്ങൾ അനുസരിച്ചുമായിരിക്കും ഓരോരുത്തർക്കും ഫലങ്ങൾ അനുഭവപ്പെടുക. ഈ കാര്യം മനസ്സിലാക്കി വേണം കമന്റുകൾ ഇടേണ്ടത്. ഈ കൂറിൽ ജനിച്ചവർക്ക് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വളരെ അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ്. അഭീഷ്ടസിദ്ധി, സാമ്പത്തികമായ നേട്ടം, മെച്ചപ്പെട്ട ആരോഗ്യം ഇതൊക്കെ ഈ കൂറിൽ ജനിച്ചവർക്ക് അനുഭവിക്കാൻ ഇടവരുന്നതാണ്. തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും സാധിക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയും. സാമ്പത്തിക മേഖലയിൽ പുതിയ ഉണർവുകൾ വന്നുചേരും. ഇതുവരെ നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കർമ്മ മേഖല ലാഭത്തിലേക്ക് മാറുന്നതാണ്. ശത്രുക്കളുടെ നാശം സംഭവിക്കും. ഇതുവരെ ശത്രുക്കളായി പ്രവർത്തിച്ചവർ മിത്രങ്ങളായി മാറുന്ന അവസ്ഥ ഉണ്ടാകും. വീട് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. വാഹനം വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും അനുയോജ്യമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കുവാൻ അവസരമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കും ഏറെ അനുകൂലമാണ്. മത്സര പരീക്ഷകളും ഇന്റർവ്യൂവും കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. യുവാക്കൾക്കും വളരെ അനുകൂലമായ സമയമാണ്. വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും. സാമ്പത്തികമായ സുഖം വളരെയേറെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വീര്യവും ശൗര്യവും വർദ്ധിക്കുന്നതും കർമ്മമേഖല പുഷ്ടിപ്പെടുന്നതും ആണ്. സന്താനങ്ങൾ മൂലം അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ വിട്ടുമാറുന്നതാണ്. എല്ലാ നിലയിലും ഈ ജൂലൈ മാസം ഗുണാനുഭവങ്ങൾ അനുഭവിക്കുവാൻ ഈ കൂറുകാർക്ക് ഇടവരും. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും ഏറെ ഗുണഫലങ്ങളാണ് നൽകുന്നത്. സാമ്പത്തികമായ നേട്ടം കൈവരിക, സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുക, രോഗദുരിതങ്ങൾ വിട്ടുമാറുക ഇതൊക്കെ ഈ കൂറുകാർക്ക് അനുഭവിക്കാൻ ഇടയാകുന്നതാണ്. തങ്ങളുടെ ഗുരുജനങ്ങൾക്ക് സന്തോഷവും സൗഖ്യവും കൂടുതലായി അനുഭവപ്പെടും. അവരുടെ അനുഗ്രഹത്താൽ ഈ കൂറുകാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരുന്നവർക്ക് അതിന് അറുതി വരും. ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ധാരാളമായി സഹായിക്കും. കലഹിച്ചും വേർപെട്ടും കഴിഞ്ഞിരുന്ന ബന്ധുജനങ്ങളുമായി കൂടിച്ചേരുവാനുള്ള അവസരം ഉണ്ടാകും. വളരെ നാളുകളായി കിട്ടാതെ കടന്ന കടം കൊടുത്ത സംഖ്യയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തിരികെ കിട്ടും. വിദ്യാർത്ഥികൾക്ക് ബുദ്ധി സാമർഥ്യം കൂടുതലായി പ്രയോഗിക്കാൻ കഴിയും. വിദ്യാഭ്യാസപരമായ വലിയ ഉയർച്ചയാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്കും അനുകൂല സമയമാണ്. 26-ാം തീയതിക്ക് ശേഷം 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ശുക്രൻ ചില രോഗഭയങ്ങളും ശത്രുഭയവും നമ്മളിൽ ജനിപ്പിക്കും. ഈ ദോഷഫലങ്ങൾ മാറുന്നതിന് ലക്ഷ്മി ദേവിക്ക് താമരമാല സമർപ്പിക്കുന്നത് ഗുണം ചെയ്യും. ജൂലൈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യനെ കൊണ്ട് വളരെ അനുകൂല ഫലമാണ് ഉണ്ടാകുന്നത്. രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാകും. എന്തെങ്കിലും രോഗദുരിതങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനം കിട്ടും. ശത്രുക്കളായി നിന്നവരൊക്കെ മിത്രങ്ങളായി മാറും. സാമ്പത്തികമായി കഷ്ടനഷ്ടങ്ങൾ വന്നവർക്ക് അതൊക്കെ പരിഹരിച്ച് സാമ്പത്തികമായ ഉയർച്ച നേടുവാൻ ഇടവരും. എന്നാൽ 16-ാം തീയതിക്ക് ശേഷം സൂര്യൻ അത്ര അനുകൂലമല്ല. യാത്രാ ദുരിതങ്ങളും വയറിന് ചില അസുഖങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. മഹാദേവനെ ഭജിച്ച് പ്രീതിപ്പെടുത്തുകയും മഹാദേവന് ധാര കഴിച്ചും കൂവളമാല സമർപ്പിച്ചും സൂര്യനെ കൊണ്ടുള്ള ഈ ദോഷഫലങ്ങളൊക്കെ ഇല്ലാതാക്കാവുന്നതാണ്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം
സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. ധാരാളം സുഖഭോഗ വസ്തുക്കളൊക്കെ നമുക്ക് ലഭിക്കുമെങ്കിലും പൂർണ്ണമായ സുഖം ലഭിക്കുകയില്ല. എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായാലും അതൊക്കെ പൂർണ്ണതോതിൽ അനുഭവിച്ച് ഫലം കണ്ടെത്തുവാൻ കഴിയാതെ വരും. മഹാവിഷ്ണുവിന് സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തി ഈ ദോഷത്തിൽ നിന്നും മുക്തി നേടാവുന്നതാണ്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനും അനുകൂലമല്ല. ചില കലഹങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ദമ്പതിമാരുടെ സംസാരത്തിൽ മിതത്വവും പരസ്പര ബഹുമാനവും പുലർത്തേണ്ടതാണ്. അവതാര വിഷ്ണുവിന് പുഷ്പാഞ്ജലി കഴിച്ചാൽ ബുധഗ്രഹത്തെ കൊണ്ട് ഉണ്ടാകുവാനിടയുള്ള ദോഷഫലങ്ങൾ മാറുന്നതാണ്. മകരക്കൂറിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസം ചൊവ്വയെ കൊണ്ട് ചില ദോഷാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ശത്രുക്കളിൽ നിന്നും ഉപദ്രവവും കള്ളന്മാരിൽ നിന്നും അഗ്നിയിൽ നിന്നും ഉപദ്രവവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ സാധ്യതയും കാണുന്നുണ്ട്. ശരീരത്ത് ഒടിവ്, ചതവ്, വ്രണം മുതലായവ ഉണ്ടായി രക്തസ്രാവം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ വലിയ ജാഗ്രതയോടുകൂടി മുന്നേറണം. ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റുന്നതിന് ഭദ്രകാളിക്ക് വഴിപാടുകൾ നടത്തുകയും സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലാഭിഷേകം നടത്തുന്നതും ഉചിതമാണ്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. ബുദ്ധിശക്തിയും കായിക ശക്തിയും വർദ്ധിക്കുകയും കർമ്മരംഗത്ത് പുതിയ ഉണർവുകൾ ഉണ്ടാവുകയും ചെയ്യും. മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ മുൻകോപം വരാതെ സൂക്ഷിക്കണം. സ്വന്തമായി ചില കർമ്മ മേഖലകളെ തിരഞ്ഞെടുക്കുവാനും അതിൽ വിജയിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. യുവാക്കൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. 8-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു അനുകൂല ഫലം നൽകുന്നതല്ല. കുടുംബത്തിൽ ചില ദുഃഖ ദുരിതങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. പരസ്ത്രീ ബന്ധത്തിന് സാധ്യത ഉള്ളതിനാൽ വളരെ കരുതലോടെ മുന്നോട്ട് പോകണം. ഗണപതി ഭഗവാന് നാളികേരം ഒഴിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഈ ദോഷഫലങ്ങളൊക്കെ ഇല്ലാതാകുവാൻ സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷ ആവശ്യത്തിനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.